ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1908. ഇന്ന് മാർച്ച് മാസം 22-ാം തീയതി 81-ാമത്തെ ദിവസത്തിലെത്തി. മരുഭൂമിയിൽ 40 ദിവസത്തെ കഠിനമായ ഉപവാസത്തിനു ശേഷം ക്രിസ്തുയേശു നേരിട്ട ആന്തരിക സംഘർഷങ്ങളിൽ ആദ്യത്തേത് അപ്പവുമായി ബന്ധപ്പെട്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. യേശുവിന് വിശപ്പിന് ഭക്ഷണം അത്യാവശ്യവുമായിരുന്നു. അപ്പം ശാരീരികവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളെയും പ്രതിനിധീകരിക്കുന്നുണ്ട്. ക്രിസ്തുയേശു 5000 പേരെ പോഷിപ്പിച്ചത് അവരെ വിശക്കുന്നവരായി കണ്ടതുകൊണ്ടാണ്. അപ്പം അപ്രധാനമായി കണ്ട് അതിനെ നിഷേധിക്കാൻ യേശു ഒരിക്കലും ശ്രമിച്ച ആൾ ആയിരുന്നില്ല. എന്നാൽ യേശു നമ്മോട് പറയുന്ന വിശക്കുന്നവരെ പോഷിപ്പിക്കുന്ന പ്രക്രിയയും ശാരീരിക ആവശ്യങ്ങളുടെ തൃപ്തിപ്പെടുത്തലും എല്ലാം ദൈവവചനത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന ചില മൂല്യങ്ങൾക്ക് വിധേയമാകേണ്ടതുണ്ട് എന്നാണ്. ഇവിടം തൊട്ടാണ് നമ്മൾ പതിയെ തെറ്റിപ്പിരിയുന്നത്. നമ്മൾ നമ്മുടെ വിയോജിപ്പ് ഉറക്കെയും നിശബ്ദമായും ഒക്കെ അറിയിക്കുന്നത്. വിശക്കുന്നവരെ പോഷിപ്പിക്കണം, ശാരീരിക ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തണം. എന്നാൽ ഇവയ്ക്കൊക്കെ ഒരു മൂല്യബോധം ഉണ്ടാവണം, ഒരു ധാർമ്മികത ഉണ്ടാവണം. ദൈവവചനത്തിന് ചേരുന്ന വിധത്തിൽ ചില മൂല്യങ്ങൾ, ചില ധാർമ്മിക തലങ്ങൾ, അവയ്ക്കൊക്കെ വിധേയമായിക്കൊണ്ട് വേണം ഈ വിശപ്പിന്, അത് ഉദരത്തിൻ്റെതായാലും ഹൃദയത്തിൻ്റെതായാലും ശരീരത്തിൻ്റെതായാലും പരിഹരിക്കാനായിട്ട് ശ്രമിച്ചു തുടങ്ങുന്നത്. കുറെ കൂടി ഒന്ന് വിശദീകരിച്ചാൽ, ഉത്തരവാദിത്വപൂർണമായ ബന്ധങ്ങളുടെ സാഹചര്യത്തിലാണ് നമ്മുടെ ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റപ്പെടേണ്ടത്. ഉത്തരവാദിത്വപൂർണമായ ബന്ധങ്ങളുടെ സാഹചര്യത്തിൽ അവിടെ മാത്രമാണ് വിശപ്പിന് അപ്പം തിരയാവൂ. എന്നാൽ സ്വന്തം ആവശ്യം മാത്രമേ ഗൗരവമായി കാണേണ്ടതുള്ളൂ എന്ന തരത്തിലുള്ള സ്വാർത്ഥപരവും ആക്രമണം നിറഞ്ഞതുമായ, ശരിക്കും ആക്രമിക്കുന്ന ഒരു ദുഷ്ടമനസ്സോടുകൂടി അത്തരം വഴികളിലൂടെ ആയിരിക്കരുത് വിശപ്പുകൾക്ക് നമ്മൾ അപ്പം തേടേണ്ടത്. വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. ഓർത്തു നോക്കിയേ, മനുഷ്യൻ കുറെ കൂടി ഉത്തരവാദിത്വപൂർണമായ ബന്ധങ്ങളുടെ സാഹചര്യത്തിലേക്ക് വന്നേ മതിയാവും. അത് ആത്മീയ ബന്ധത്തിലും ഭൗതിക ബന്ധത്തിലും ഈ ഉത്തരവാദിത്വപൂർണമായ ഒരു വിധേയപ്പെടൽ ചില മൂല്യങ്ങൾക്കും ധാർമ്മികതയ്ക്കും ഇണങ്ങുന്ന വിധത്തില് അവനവനെ ഒന്ന് പരുവപ്പെടുത്തിയെടുക്കേണ്ടത് എത്രയോ വലിയ ആവശ്യമാണ്. അപ്പം വേണ്ടെന്നല്ല, വിശപ്പിന് ശമനം തേടേണ്ടെന്നുമല്ല. അവയ്ക്കെല്ലാം അതിനനുസരിച്ച് കുലീനമായ ചില മാർഗങ്ങൾ ഉണ്ടെന്ന് ക്രിസ്തുയേശു നമ്മളെ പഠിപ്പിക്കുകയാണ്. ആമേൻ.